പ്രിയപ്പെട്ട കുട്ടികളെ, നാളെ 18 ജൂൺ 10ാം തരം പൂർത്തിയായി പൊതുവിദ്യാലയങ്ങളിലേക്ക് +1 പ്രവേശനം ലഭിച്ച കുട്ടികൾക്ക് നാളെ ഹയർ സെക്കൻഡറി പഠനം ആരംഭിക്കുകയാണ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ. പ്രധാനമായിട്ടും നമ്മൾ 10 വരെയുള്ള പഠനത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്താണ് +1 +2 ക്ലാസ്സിലേക്ക് ശ്രദ്ധിക്കാനുള്ളത്? ചില കാര്യങ്ങളൊന്ന് പറഞ്ഞോട്ടെ. പ്രധാനമായിട്ടും നമ്മുടെ ഒരു സ്റ്റുഡന്റ് ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 വർഷങ്ങൾ എന്ന് നിസ്സംശയം വിളിക്കാം ഹയർ സെക്കൻഡറി കോഴ്സിൽ. ഈ 2 വർഷം കൂടെ പൂർത്തിയാവുന്നതോടെ നിങ്ങളുടെ ജീവിതം ഒരു സ്കൂൾ വിദ്യാർത്ഥി എന്നതിൽ നിന്ന് ഒരു മുതിർന്ന വ്യക്തി എന്നതിലേക്ക് മാറുകയാണ്, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ എഡ്യൂക്കേഷനിലേക്ക്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു തൊഴിൽ മേഖലയിലേക്കുള്ള പഠനത്തിലേക്ക് വഴിമാറുകയാണ്. അപ്പൊ അതിന്റെ മുന്നോടിയായിട്ട് നിങ്ങൾ ഈ 2 വർഷത്തെ പഠനത്തിൽ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ: ഒന്ന്, ഈ 10ാം തരം വരെയുള്ള ഒരു രീതിയിൽ നിന്ന് മാറി സിലബസിന്റെ കാര്യത്തിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് ചൂസ് ചെയ്യാവാനുള്ള ഒരു അവസരമാണ് കിട്ടിയത്. താല്പര്യമനുസരിച്ച്, അവൈലബിലിറ്റി അനുസരിച്ചും നിങ്ങൾ ഒരുപക്ഷെ സയൻസ്, കോമേഴ്സ്, ഹ്യൂമാനിറ്റീസ് എന്നിങ്ങനെ 3 ബ്രാഞ്ചുകൾ ഏതെങ്കിലും ഒരു ബ്രാഞ്ച് എടുത്തിട്ടുണ്ടാകും. ഇഷ്ടപ്പെട്ട ബ്രാഞ്ച് തന്നെ കിട്ടിയവർക്ക് സന്തോഷപൂർവ്വം അതിലെ പഠനം ആരംഭിക്കാം. എന്നാൽ തനിക്ക് വേണ്ടത്ര ഇഷ്ടമില്ല എങ്കിലും ചില ബ്രാഞ്ചുകളിൽ ഒതുങ്ങേണ്ടി വന്ന ആളുകൾക്ക് ഒട്ടും നിരാശ വേണ്ട. എടുത്ത ബ്രാഞ്ചിൽ വളരെ ഭംഗിയായ പഠനം നടത്താൻ ഉള്ള ഒരു മനസാന്നിധ്യം നിങ്ങൾക്കുണ്ടായാൽ മാത്രം മതി. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഹ്യൂമാനിറ്റീസ് വിഷയം എടുക്കുന്നവർക്ക് പോലും അഡീഷണലായി മാത്തമാറ്റിക്സ് പോലത്തെ വിഷയങ്ങൾ പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഭാവിയിൽ കമ്പ്യൂട്ടേഷന്റെ സാധ്യതകളുള്ള ലോകത്തേക്ക് എക്കണോമിക്സോ മറ്റ് വിഷയങ്ങളോ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാം എന്ന ഒരു സാധ്യതയുണ്ട്. കോമേഴ്സ് പോലത്തെ ഒരു വിഷയത്തിലും തീർച്ചയായിട്ടും ഒരുപാട് ഉപരിപഠന സാധ്യതകൾ, പ്രൊഫഷണൽ കോഴ്സുകൾ, ചാർട്ടേഡ് അക്കൗണ്ടൻസി, കമ്പനി സെക്രട്ടറിഷിപ്പ് തുടങ്ങിയ ഒട്ടേറെ പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് വഴിമാറി പോകാനുള്ള അവസരങ്ങളുണ്ട്. ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾക്കും ഇന്ന് അവസരങ്ങൾ കുറവല്ല. ഹ്യൂമാനിറ്റീസ് പഠിക്കുന്നവർക്കും നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള കമ്പനി സെക്രട്ടറി, ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സുകളിലേക്കോ പോകുന്നതിന് യാതൊരു തടസ്സവുമില്ല. ഇങ്ങനെ ഏതൊരു പ്രൊഫഷണൽ കോഴ്സിലേക്ക് പോയാലും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതൊന്ന്, നമ്മളെ പഠനത്തോടുള്ള നമ്മളൊരു ആറ്റിറ്റ്യൂഡും പഠനശീലങ്ങളിൽ വരുത്തേണ്ട ചില മാറ്റങ്ങളുമാണ്. പഠനശീലങ്ങളിൽ വരുന്ന മാറ്റം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി സിസ്റ്റമാറ്റിക് ആയ ഒരു ശാസ്ത്രീയമായ പഠന രീതി അവലംബിക്കുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും. എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്ന് നമ്മൾ കഴിഞ്ഞ 10 വർഷമായിട്ടും ഒരുപക്ഷെ പഠിച്ചിട്ടുണ്ടാവില്ല. നമ്മൾ കുറെ വിഷയങ്ങൾ പഠിക്കുന്നു, പരീക്ഷ എഴുതുന്നു, നമുക്ക് മികച്ച മാർക്ക് കിട്ടിയിട്ടുണ്ടാവാം. പക്ഷേ ഉയർന്ന ക്ലാസ്സുകളിലേക്ക് എത്തുന്തോറും കുറെ കൂടി മത്സരാധിഷ്ഠിതമായി പഠിക്കേണ്ടി വരും. പ്രത്യേകിച്ച് പ്രവേശന പരീക്ഷകൾ എഴുതുന്ന കുട്ടികൾക്ക് ഓരോ തരം പ്രവേശന പരീക്ഷയുടെയും ചോദ്യ മാതൃകകളെ പരിചയപ്പെടുകയും ആ ചോദ്യങ്ങളെ നിശ്ചിത സമയത്തിനുള്ളിൽ ഉത്തരം നൽകാൻ ആവശ്യമായ രീതിയിലുള്ള ഒരു സ്പീഡോട് കൂടിയിട്ട്, ആക്യുറസിയോട് കൂടിയിട്ട് ചിന്തിക്കുകയും പരീക്ഷ അറ്റൻഡ് ചെയ്യുകയും ഒക്കെ വേണ്ടിവരും. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു റീഡിംഗ് കോംപ്രഹെൻഷൻ, അതിനനുസരിച്ച് വിവിധ ചോദ്യങ്ങളെ ടാക്കിൾ ചെയ്യാനുള്ള ഒരു സ്ട്രാറ്റജി, പരീക്ഷകൾക്ക് അനുസൃതമായ രീതിയിൽ നമ്മുടെ വേഗത ഉറപ്പുവരുത്താനുള്ള പരിശീലനങ്ങൾ, ഇവയെല്ലാം നേടാനുള്ള ഒരു സമയം കൂടിയാണ് +1 +2 ക്ലാസ്. അപ്പോൾ നിങ്ങൾ ഇത്തരം പ്രൊഫഷണൽ പരീക്ഷകൾ എഴുതുന്നവർ, പ്രത്യേകിച്ച് സയൻസ് എഡ്യൂക്കേഷനുള്ളവർ എല്ലാവരും ഒരുപക്ഷെ അറിയാവുന്ന 2 പരീക്ഷകൾ അറിയാം: നീറ്റ് പരീക്ഷയും JEE മെയിൻസ് ആൻഡ് അഡ്വാൻസ്ഡ്. അതുപോലെ തന്നെ സമാനമായി നിയമ പഠന മേഖലയിലേക്ക് പോകുന്ന ക്ലാറ്റ്, ഡിസൈൻ പഠന മേഖലയിലേക്ക് പോകാനുള്ള ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ, ആർക്കിടെക്ചർ പോലെയുള്ള മേഖലയിലെ സവിശേഷമായ നാറ്റ പോലുള്ള ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ. അതിനു പുറമെ ഏറ്റവും അധികം കുട്ടികൾ ഒരുപക്ഷെ സമീപകാലത്ത് എഴുതിയിരിക്കുന്ന ഒരു പരീക്ഷയാണ് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്. സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ഏത് വിഷയം പഠിച്ചവർക്കും എഴുതാവുന്ന ഈ പരീക്ഷകളെല്ലാം തന്നെ ഉയർന്ന തോതിലുള്ള ഒരു തയ്യാറെടുപ്പ് ആവശ്യമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം പരീക്ഷകൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പഠിച്ച വിഷയങ്ങളുടെ വളരെ ആഴത്തിലുള്ള ഒരു അറിവ്, അവഗാഹം, അല്ലെങ്കിൽ അതിന്റെ വിശകലനം ചെയ്യാനുള്ള ശേഷി ഇതിനോടൊപ്പം തന്നെ വികസിച്ചു വരണം. സാധാരണ നമ്മൾ സ്കൂളിൽ നടത്തുന്ന അക്കാഡമിക് പരീക്ഷകൾ എന്ന് പറയുമ്പോൾ നമ്മൾ അറിവിന്റെ പരിശോധനയാണ് കാര്യമായിട്ട് നടക്കുന്നത്. എന്നാൽ ഈ മത്സര പരീക്ഷകൾ കുറെ കൂടി നമ്മളെ പരിശോധിക്കുന്നത് എത്രമാത്രം ആശയങ്ങൾ ആഴത്തിൽ പഠിച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ്. അപ്പൊ ആ കോൺസെപ്റ്റ് ക്ലാരിറ്റി, ആ കോൺസെപ്റ്റുകൾ അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് നിശ്ചിത സമയം കൊണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനുള്ള ശേഷി, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഉറപ്പുവരുത്താൻ പരിശീലനം ആവശ്യമാണ്. പിന്നെ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഏതൊരു കഠിനമായ പരീക്ഷയും നമുക്ക് തീർച്ചയായിട്ടും മറികടക്കാൻ പറ്റും. എങ്ങനെ? നല്ല ലക്ഷ്യബോധം വേണം.
അപ്പോൾ ഞാൻ ഈ പ്ലസ് ടുവിന് ശേഷം എങ്ങോട്ടാണ് പഠിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു ധാരണ വേണം. ആ ധാരണ ഉണ്ടാക്കാൻ പലപ്പോഴും നമുക്ക് നമ്മളെക്കുറിച്ചുള്ള അറിവ് വേണം. സെൽഫ് നോളജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. എന്നാൽ ആ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് മാത്രം പോരാ. ജീവിതയാത്രയിൽ മുന്നോട്ട് പോകാൻ നമുക്ക് നമ്മളെക്കുറിച്ചുള്ള ഒരു അറിവ് വേണം. എവിടെയാണ് നമ്മുടെ താല്പര്യങ്ങൾ യഥാർത്ഥത്തിൽ നിൽക്കുന്നത്? പലവിധ താല്പര്യങ്ങൾ മനസ്സിൽ മാറി മറിഞ്ഞു പോകുന്നുണ്ടാവാം. അതിൽ ഏതാണ് എൻ്റെ ഒരു സോൾമേറ്റ് എന്നൊക്കെ പറയാവുന്ന രീതിയിൽ നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന, നമ്മുടെ ജീവിതത്തിന്റെ ദൗത്യം ഏതാണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു ശേഷി നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടായി വരും. രണ്ടാമത്തെ കാര്യം നമ്മുടെ അഭിരുചികൾ, ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയും. ഈ അഭിരുചികൾ എവിടെയാണ്? ചിലർക്ക് ഗണിതാഭിരുചിയായിരിക്കാം, ചിലർക്ക് ഡിസൈനിലായിരിക്കാം, ചിലർക്ക് സ്പോർട്സിൽ ആയിരിക്കാം, ചിലർക്ക് പ്രകൃതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാവാം, ചിലർക്ക് ഭാഷ നന്നായി കൈകാര്യം ചെയ്യാം എന്നുള്ളതാവാം. എന്തു തന്നെയായാലും നിങ്ങളുടെ യഥാർത്ഥ അഭിരുചി മേഖലകൾ ഏതൊക്കെയാണെന്ന് കൃത്യമായി കണ്ടെത്തുക എന്നുള്ളത് ഇത് വളരെ പ്രധാനമാണ്. ഈ അഭിരുചിയും താല്പര്യങ്ങളും യഥാർത്ഥത്തിൽ കണ്ടെത്തുകയും അതിനോടൊപ്പം തികഞ്ഞ ലക്ഷ്യബോധം ഉണ്ടാവുകയും ചെയ്യുന്ന ഒരാൾക്ക് ഏതൊരു കഠിനമായ മത്സര പരീക്ഷയും അതിജീവിക്കാനാവും എന്നത് യാതൊരു സംശയവുമില്ല. എന്തെങ്കിലുമൊക്കെ കുറവുകൾ ഇടയ്ക്ക് വന്നെന്നിരിക്കാം. അതിനെ വളരെ ഭംഗിയായിട്ട് അതിനോട് ഏഹ്, പൊരുത്തപ്പെടുക, അഡാപ്റ്റ് ചെയ്യുക എന്നതും പ്രധാനമാണ്. എന്തായാലും ഇത്തരം കാര്യങ്ങളെല്ലാം മനസ്സിലൊന്ന് കടന്നു പോകട്ടെ. നാളെ മുതൽ നിങ്ങൾ ഹയർ സെക്കൻഡറിയിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ, ജീവിതാശംസകൾ. താങ്ക് യു.